ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ മാത്തമാറ്റിക്സ് ലാബിൻ്റെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ 2024 ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്ത് നോക്കാൻ പോകുന്നത്. ഇത്തവണ ലാബ് എക്സാം സോഫ്റ്റ്വെയർ ആണെങ്കിലും 2024-2023 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നല്ലപോലെ ചെയ്ത് പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം വളരെ എളുപ്പമായിരിക്കും. ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനായിട്ടും സാധിക്കും. ഇവിടെ ഇപ്പം 8 ലാബ്സ് സെലക്ട് ചെയ്തിട്ടുണ്ട്. 4 ഫസ്റ്റ് ഇയറിൽ നിന്നും 4 സെക്കൻഡ് ഇയറിൽ നിന്നും. നിങ്ങൾ എക്സാമിന് 4 ലാബ്സാണ് മസ്റ്റായിട്ട് ആൻസർ ചെയ്യേണ്ടത്. അതിൽ 1 ഫസ്റ്റ് ഇയറിൽ നിന്നും 1 സെക്കൻഡ് ഇയറിൽ നിന്നും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. നമുക്ക് ഫസ്റ്റ് ലാബിലേക്ക് പോകാം. ഫസ്റ്റ് ലാബ് വാല്യൂസ് ഓഫ് ഫങ്ഷൻസ്. ഇവിടെ 3 ചോദ്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ എഴുതി തുടങ്ങുമ്പം ക്വസ്റ്റ്യൻ നമ്പർ 1 എന്നിടുക, ലാബ് 1 വാല്യൂസ് ഓഫ് ഫങ്ഷൻസ് എന്ന ഹെഡിങ് കൊടുക്കുക. അത്രയും ചെയ്തിട്ട് മാത്രം ആൻസർ ചെയ്യാൻ തുടങ്ങുക. ചെയ്യുമ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഒരു അപ്ലെറ്റ് കൺസ്ട്രക്ഷനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സ്റ്റെപ്സ് ഫോളോ ചെയ്ത് അതേപടി നമ്മളൊരു അപ്ലെറ്റ് കൺസ്ട്രക്റ്റ് ചെയ്യുക. കൺസ്ട്രക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആൻസർ സ്ക്രിപ്റ്റിൽ അപ്ലെറ്റ് ക്രിയേറ്റഡ് എന്ന് ആൻസർ എഴുതിയാൽ മതിയാകും. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് എക്സ്റ്റേണൽ എക്സാമിനറിനെ വിളിച്ച് കാണിക്കുമ്പോൾ നിങ്ങൾ കൺസ്ട്രക്റ്റ് ചെയ്ത അപ്ലെറ്റ് കറക്റ്റ് ആണെങ്കിൽ 3 മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ സാധിക്കും. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. ഈ രീതിയിലാണ് നമ്മൾ എക്സാമിനേഷന് അപ്പിയർ ചെയ്യേണ്ടത്. കൂടാതെ എക്സ്റ്റേണൽ എക്സാമിനർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്ത് അതേപടി എക്സാമിനേഷന് അപ്പിയർ ചെയ്യാം. അപ്പം നമുക്ക് ലാബ് ചെയ്ത് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫോളോ ദ ഡയറക്ഷൻസ് ഗിവൺ ബിലോ ആൻഡ് കൺസ്ട്രക്ട് എ ജിയോജിബ്ര അപ്ലെറ്റ്. ഒരു അപ്ലെറ്റ് കൺസ്ട്രക്റ്റ് ചെയ്യണം. ഫസ്റ്റ് വൺ, ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ്. എക്സ് ക്യൂബിൻ്റെ ഗ്രാഫ് ആദ്യം വരയ്ക്കാം. അതിനായിട്ട് നമ്മൾ ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്തു. അത് സ്റ്റാൻഡേർഡ് വ്യൂവിലേക്കാക്കി കൺട്രോൾ ക്ലിക്ക് ചെയ്ത് ഇനി താഴെ ഇൻപുട്ടിൻ്റെ അകത്ത് എക്സ് ക്യൂബ് എന്ന് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുക. അടുത്ത സ്റ്റെപ്പിൽ പറഞ്ഞിരിക്കുന്നത് ക്രിയേറ്റ് എ സ്ലൈഡർ എ വിത്ത് മിനിമം -10, മാക്സിമം 10 ആൻഡ് ഇൻക്രിമെൻറ്റ് 0.1. അതിനായിട്ട് നമ്മൾ സ്ലൈഡർ ടൂൾ എടുത്തു. സെക്കൻഡ് ലാസ്റ്റ് ടൂളിൽ സ്ലൈഡർ, എന്നിട്ട് നമ്മൾ സ്ക്രീനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു ബോക്സ് വരും. ഇവിടെ നമ്പർ സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. മിനിമം വാല്യൂ -10, മാക്സിമം വാല്യൂ 10, ഇൻക്രിമെൻറ്റ് 0.1. ഇത്രയും ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇതുപോലൊരു സ്ലൈഡർ നിങ്ങൾക്ക് ഇവിടെ വരും. ഇനിയും ഈ ടൂൾ ഡീആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ മൂവിൽ പോയി ക്ലിക്ക് ചെയ്താൽ മതി. അടുത്ത സ്റ്റെപ്പ്, പ്ലോട്ട് ദ പോയിൻറ്റ്സ് എ ഈസ് ഈക്വൽ ടു a,0, b is equal to a, f of a, c is equal to 0, f of a. ഈ 3 പോയിൻറ്റ്സും 1 by 1 ആയിട്ട് താഴെ ഇൻപുട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഫസ്റ്റ് a is equal to a, 0 കൊടുക്കുമ്പം ഈ ആൽഫബറ്റ്സിൻ്റെ ലെറ്റേഴ്സ് ശ്രദ്ധിക്കുക. ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ എ ആണ്, ഇത് സ്മോൾ ലെറ്റർ എ ആണ്, ഇത് ക്യാപിറ്റൽ ലെറ്റർ ബി ആണ്. അപ്പോൾ ആ ലെറ്റേഴ്സ് ക്യാപിറ്റൽ ആണോ സ്മോൾ ആണോ പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ വേണം നമ്മൾ ഇൻപുട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം a is equal to a, 0. ഇവിടെ ഇൻപുട്ടിൻ്റെ അകത്ത് ക്യാപിറ്റൽ A is equal to ബ്രാക്കറ്റിൽ a, 0. എന്നിട്ട് എൻ്റർ ക്ലിക്ക് ചെയ്യുമ്പം ഇവിടെ a എന്ന് പറയുന്ന പോയിൻ്റ് വന്നു. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് b is equal to a, f of a. Capital B is equal to a, f of a. അടുത്തത് c is equal to 0, f of a. Capital C is equal to 0, f of a. 3 പോയിൻറ്റ്സ് ആയി. സെക്കൻഡ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തു. മൂന്നാമത്തെ സ്റ്റെപ്പിൽ പറഞ്ഞിരിക്കുന്നത് ഡ്രോ ദ ലൈൻ സെഗ്മെൻറ്റ്സ് എ ബി ആൻഡ് ബി സി. എ ബിയും ബി സിയും കൂടെ ജോയിൻ ചെയ്യണം. ഇവിടെ ലൈൻ ടൂളിൻ്റെ അകത്ത് സെഗ്മെൻറ്റ് ടൂളുണ്ട്, അത് സെലക്ട് ചെയ്യുക. എ ബി കിട്ടാനായിട്ട് എയിൽ ക്ലിക്ക് ചെയ്യുക, ബിയിൽ ക്ലിക്ക് ചെയ്യുക. ബി സി കിട്ടാനായിട്ട് ബിയിൽ ക്ലിക്ക് ചെയ്യുക, സിയിൽ ക്ലിക്ക് ചെയ്യുക. മൂവിൽ കൊണ്ടുപോവുക, ടൂള് ഡീആക്ടിവേറ്റ് ചെയ്യുക. അടുത്ത സ്റ്റെപ്പിൽ പറഞ്ഞിരിക്കുന്നത് ക്രിയേറ്റ് ഇൻപുട്ട് ബോക്സസ് ഫോർ എഫ് ആൻഡ് എ.
എഫിനും എയ്ക്കും ഇൻപുട്ട് ബോക്സസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. എഫ് ഫംഗ്ഷനാണ്, എ സ്ലൈഡറാണ്. ഇവർക്ക് രണ്ടുപേർക്കും നമ്മൾ ഇൻപുട്ട് ബോക്സസ് ക്രിയേറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ 2 ഇൻപുട്ട് ബോക്സസ് വേണം ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ജിയോജബ്രയിലേക്ക് പോകുക. ഇവിടെ സ്ലൈഡർ ടൂളിൻ്റെ അകത്ത് ലാസ്റ്റ് വൺ ഇൻപുട്ട് ബോക്സ് കിടപ്പുണ്ട്. സെലക്ട് ചെയ്യുക, സ്ക്രീനിൽ ക്ലിക്ക് ചെയ്യുക. ക്യാപ്ഷൻ ആദ്യം നമുക്ക് എഫിനാണ് ഇൻപുട്ട് ബോക്സ് വേണ്ടത്. ക്യാപ്ഷൻ എഫ് എന്ന് കൊടുക്കുക. ഇവിടെ ലിങ്ക്ഡ് ഒബ്ജക്റ്റ് സൈഡിൽ ആരൊക്കെയുണ്ടോ അവരെല്ലാം ഇവിടെ വരും. നമ്മൾ ഫംഗ്ഷനാണ് ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫംഗ്ഷൻ ഏതാണോ അത് സെലക്ട് ചെയ്യാം. ഓക്കെ, ഒരു ഇൻപുട്ട് ബോക്സ് ഇവിടെ വേണം. അപ്പോൾ സ്ക്രീനിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക. ക്യാപ്ഷൻ ഇവിടെ നമ്മൾ എയ്ക്കാണ് ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം സ്മോൾ ലെറ്റർ എ, ലെറ്ററിൻ്റെ ഇത് മാറരുത്, സ്മോൾ ലെറ്റർ എ തന്നെ വേണം കൊടുക്കാനായിട്ട്. ലിങ്ക്ഡ് ഒബ്ജക്റ്റ് എയ്ക്കാണല്ലോ നമ്മൾ സ്ലൈഡർ ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എ ഈസ് ഈക്വൽ ടു 1 എന്ന് കൊടുക്കാം. ഓക്കെ, നമുക്ക് 2 ഇൻപുട്ട് ബോക്സസ് ആയി. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്റ്റെപ്സ് അനുസരിച്ച് ഉള്ള ആൾക്കാർ മാത്രമേ ഈ ഓൾജിബ്രാക് വ്യൂവിൽ ഉണ്ടാവാൻ പാടുള്ളൂ. ഇത്രയും ചെയ്ത് കഴിയുമ്പം എക്സാമിനറിനെ വിളിച്ച് കാണിക്കുക. നിങ്ങളുടെ അപ്ലറ്റ് കൺസ്ട്രക്ഷൻ ശരിയാണ് എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 3 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ആൻസർ സ്ക്രിപ്റ്റിൽ ലാബ് 1 വാല്യൂസ് ഓഫ് ഫങ്ഷൻസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് അപ്ലറ്റ് ക്രിയേറ്റഡ് എന്ന് കൊടുക്കാം. അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. യൂസിങ് എബോ അപ്ലറ്റ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് only one having tick mark from the following. അതായത് 3 സെറ്റായിട്ടായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തിരുന്നത്. അപ്പോൾ ആദ്യം ഇരിക്കുന്ന ആൾക്ക് ക്വസ്റ്റ്യൻ നമ്പർ 1 ആയിരിക്കും, രണ്ടാമതിരിക്കുന്ന ആൾക്ക് ക്വസ്റ്റ്യൻ നമ്പർ 2, മൂന്നാമതിരിക്കുന്ന ആൾക്ക് ക്വസ്റ്റ്യൻ നമ്പർ 3. ഈ രീതിയിൽ ടിക്ക് ചെയ്തിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറ്. ഇത്തവണ സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് ആ രീതിക്ക് അല്പം വ്യത്യാസം കാണും. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത് എന്താണോ അത് മാത്രം നമ്മൾ ആൻസർ ചെയ്താൽ മതി. അപ്പോൾ ആദ്യം ഇതാണ് ടിക്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ ഈ ഒരെണ്ണത്തിൻ്റെ ആൻസർ മാത്രം നമ്മൾ എഴുതിയാൽ മതി. ഇപ്പോൾ ഇവിടെ 3ൻ്റെയും ആൻസർ നമ്മൾ പറയുന്നുണ്ട്. യൂസിങ് എബോ അപ്ലറ്റ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് only one having tick mark from the following. ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. 1.2 ഹോൾ ക്യൂബ് ഇതിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ അപ്ലറ്റ് യൂസ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ ഫംഗ്ഷൻ വന്നിരിക്കുന്നത് ഏതാ? എക്സ് ക്യൂബ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് വന്നിരിക്കുന്നത്. ഇവിടെ കിടക്കുന്ന ഫംഗ്ഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. വാല്യൂസ് മാത്രം മാറുന്നുണ്ട്. 1.2, 1.5, 1.1. അപ്പോൾ വാല്യൂസ് മാറ്റി ഫംഗ്ഷനിൽ കൊടുത്താൽ നമുക്ക് ഇവരുടെ ആൻസേഴ്സ് കിട്ടും. അപ്പോൾ നമുക്ക് ഫംഗ്ഷൻ ബോക്സിൽ ഫംഗ്ഷനായിട്ടുള്ള എക്സ് ക്യൂബും വാല്യൂ ബോക്സിൽ 1.2 ഇട്ട് കൊടുക്കുമ്പോൾ 1.2 ക്യൂബിൻ്റെ വാല്യൂ കിട്ടും. ഫംഗ്ഷൻ ബോക്സിൽ ഓൾറെഡി എക്സ് ക്യൂബാണ് കിടക്കുന്നത്. ഇവിടെ നമ്മൾ 1.2 എന്ന് കൊടുക്കും. 1.2. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏത് ഫംഗ്ഷനാണോ ആ കറസ്പോണ്ടിങ് ഫംഗ്ഷൻ ഇവിടെ കൊടുക്കുക. ഇവിടെ അതിൻ്റെ ഏതിൻ്റെ വാല്യൂ ആണോ കണ്ടുപിടിക്കേണ്ടത് ആ വാല്യൂ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എൻ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കണ്ടോ ഫംഗ്ഷൻ എക്സ് ക്യൂബാണ്. സ്ലൈഡറിൽ 1.2, ഈ 1.2 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളിവിടെ നോക്കുക, ബി നോക്കിയേ. ബി എന്ന് പറയുന്നത് എ കോമ എഫ് ഓഫ് എ ആയിരുന്നു. എയുടെ ഇമേജാണ് ഇത്. അതായത് 1.2 എക്സ് ക്യൂബിൽ തരുന്ന വാല്യൂ ആണ് 1.73. അതായത് 1.2 എക്സ് ക്യൂബിൽ ഇട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന ആൻസറാണ് 1.73. നമ്മുടെ ആൻസർ ഈസ് 1.73. ഇത് നിങ്ങൾ ആൻസർ സ്ക്രിപ്റ്റിലേക്ക് നോട്ട് ചെയ്യാം. കണ്ടോ 1.2 ക്യൂബ് ഈസ് ഈക്വൽ ടു 1.73. ഇനി 1.5 ക്യൂബാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എന്ത് ചെയ്യണം? 1.5 ക്യൂബാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഇവിടെ 1.5 എന്ന് കൊടുത്താൽ മതിയാകും. എൻ്റർ കൊടുക്കുക. അപ്പം ഇവിടെ 3.38 എന്ന് കിട്ടും. 3.38 ആണ് നമ്മുടെ ആൻസർ. 1.5 ക്യൂബ് ഈസ് ഈക്വൽ ടു 3.38. ഇനി 1.1 ക്യൂബ് കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ 1.1 എന്ന് കൊടുത്താൽ മതി. 1.1 എന്ന് മാത്രം കൊടുത്താൽ മതി, ക്യൂബ് കൊടുക്കണ്ട. ഫംഗ്ഷൻ ഓൾറെഡി എക്സ് ക്യൂബ് കിടപ്പുണ്ട്. എൻ്റർ കൊടുക്കുക. 1.1ൻ്റെ ക്യൂബ് ഈസ് ഈക്വൽ ടു 1.33 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ. യൂസിങ് എബോ അപ്ലറ്റ്
അപ്പോൾ ഇത് നിങ്ങൾ വായിച്ച് കളയരുത്. ഇവിടെ എബോ അപ്ലെറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. യൂസിങ് എബോ അപ്ലെറ്റ് ആൻസർ ഓൺലി വൺ ക്വസ്റ്റ്യൻ ഹാവിങ് ടിക്ക് മാർക്ക് ഫ്രം ദ ഫോളോയിങ്. ടിക്ക് മാർക്ക് ഉള്ളതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആൻസർ എഴുതാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ നോക്കാം. റൈറ്റ് ദ മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ആൻ അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് cos 2.4 ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് വാല്യൂ. cos 2.4ൻ്റെ ആൻസർ കണ്ടുപിടിക്കുന്ന മെത്തേഡ് പറയുക, അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം ഫംഗ്ഷൻ എന്താ, cos x ആണ് ഫംഗ്ഷൻ, എക്സിൻ്റെ സ്ഥാനത്ത് 2.4. അതായത് cos x എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ അകത്ത് 2.4 എന്ന് പറയുന്ന വാല്യൂ ഇട്ട് കൊടുക്കുമ്പോഴാണ് നമുക്കിതിൻ്റെ ആൻസർ കിട്ടുന്നത്. അത് ചെയ്യാനായിട്ട് ഇവിടെ നമ്മൾ ഫംഗ്ഷൻ മാറ്റി കൊടുക്കും. അതിനാണ് നമ്മൾ ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഫംഗ്ഷൻ ഏതാ, cos x വാല്യൂ 2.4. വാല്യൂ 2.4 എൻ്റർ കൊടുക്കുമ്പോൾ ഇവിടെ ഫംഗ്ഷൻ x³ ആയിരുന്നത് cos x ആയിട്ട് മാറി. 2.4 cos x ഇട്ട് കൊടുക്കുമ്പോൾ cos 2.4ൻ്റെ വാല്യൂ -0.74 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ നമ്മൾ ആൻസർ ചെയ്യേണ്ടത് മെത്തേഡ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആൻസർ ചെയ്യേണ്ടത് ടേക്ക് f of x is equal to cos x and a is equal to 2.4. then the y coordinate of c. ഇവിടെ നമ്മൾ b വെച്ചിട്ടാണ് എഴുതിയത്, അല്ലെങ്കിൽ c വെച്ചിട്ടും എഴുതാം. the y coordinate of b എന്നോ c എന്നോ നമുക്ക് കൊടുക്കാം. the y coordinate of c is the answer. cos 2.4 is equal to -0.74. ഇവിടെ നോക്കാം, സിയുടെ വൈ കോർഡിനേറ്റും ബിയുടെ വൈ കോർഡിനേറ്റും എപ്പോഴും സെയിം ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ ബിയുടെ വൈ കോർഡിനേറ്റ് എന്നോ സിയുടെ വൈ കോർഡിനേറ്റ് എന്നോ കൊടുക്കാം. ഇതുപോലെ തന്നെയാണ് മറ്റ് രണ്ട് ആൻസേഴ്സും കിട്ടുന്നത്. cos 5.3 cos 2.7 ആണെങ്കിൽ താഴത്തെ ബോക്സിൽ 5.3 2.7 ഒക്കെ മാറ്റി കൊടുത്താൽ മതിയാകും. ഇവിടെ 5.3 ഇടുമ്പോൾ നമുക്ക് cos 5.3യുടെ വാല്യൂ കിട്ടും 0.55. ചെക്ക് ചെയ്യാം, അത് തന്നെയാണോ ആൻസർ എന്ന് ചെക്ക് ചെയ്യാം. cos 5.3 is equal to 0.55. അടുത്തത് cos 2.7 കിട്ടാനായിട്ട് ഇവിടെ 2.7 എന്ന് കൊടുത്താൽ മതി. 2.7 ഇട്ട് കൊടുക്കുമ്പോൾ ആൻസർ -0.9 എന്ന് കിട്ടും. cos 2.7 is equal to -0.9. Take f of x is equal to cos x and a is equal to 2.7. Then the y coordinate of c is the answer. cos 2.7 is equal to -1.09. ഇത്രയും ചെയ്ത് കഴിയുമ്പം ഈ ലാബിൻ്റെ ടോട്ടൽ മാർക്കായിട്ടുള്ള 8 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഇവിടെ നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻ ഏതാണോ അത് മാത്രം നമ്മൾ ചെയ്താൽ മതിയാവും. നമ്മുടെ സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്ക് വരുള്ളൂ എന്ന് വിചാരിക്കാം. ഫസ്റ്റ് ഇയറിലെ രണ്ടാമത്തെ ലാബാണ് ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ്സ്. ഇതുപോലെ ഫസ്റ്റ് ഇയറിൽ നമ്മൾ 4 ലാബ്സാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് വൺ ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ്സ്. ഇവിടെയും ഫസ്റ്റ് ഒരു അപ്ലറ്റ് കൺസ്ട്രക്ഷനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് 2 മാർക്കാണ്. പിന്നെ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് 2 മാർക്ക്, ഇവിടെ 2 മാർക്ക്, 2 മാർക്ക്, അങ്ങനെ ടോട്ടൽ 8 മാർക്കാണ് ഈ ലാബിന് വരുന്നത്. ഫോളോ ദ ഡയറക്ഷൻസ് ഗിവൻ ബിലോ ആൻഡ് കൺസ്ട്രക്ട് എ ജിയോജിബ്ര അപ്ലെറ്റ്. ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്ത് ജിയോജിബ്ര അപ്ലെറ്റ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി ചെയ്തിരിക്കുന്ന ഒരെണ്ണമുണ്ട്. ഇപ്പം എക്സാമിനേഴ്സിന് കുറേ കുട്ടികൾ ഒരുമിച്ചിരുന്നാണ് ചെയ്യുന്നതെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻ കഴിയുമ്പം എല്ലാവരെയും എടുത്ത് വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സേവ് ചെയ്ത് പോവുക. അതിനായിട്ട് ഇവിടെ ഫയൽ എടുക്കുക, ഫയൽ സേവ് ആസ് കൊടുക്കുക, സേവ് ആസ് കൊടുത്ത് ഡെസ്ക്ടോപ്പിൽ ഫയൽ നെയിം കൊടുത്ത് സേവ് ചെയ്യുക. നമ്മുടെ പേര് കൊടുത്താൽ മതി, XYZ ലാബ് എന്ന് കൊടുക്കുക. ഡെസ്ക്ടോപ്പിൽ ഓപ്പൺ കൊടുത്താൽ മതി, എന്നിട്ട് സേവ് ചെയ്യുക. അപ്പോൾ ഇത് ഡെസ്ക്ടോപ്പിൽ സേവ് ആവുന്നുണ്ട്. ഇതിപ്പം ഡെസ്ക്ടോപ്പിൽ സേവായി. നമ്മളിത് മിനിമൈസ് ചെയ്ത് നോക്കുക. മിനിമൈസ് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ ഡെസ്ക്ടോപ്പിൽ കണ്ടോ, ഇവിടെ കിടപ്പുണ്ട്. ഇത് ഓപ്പൺ ചെയ്താൽ മതി.
ഈ ഒരൊറ്റ സ്ക്രീൻ കാണുമ്പം ആ എൻറ്റയർ ലാബിൻ്റെ അകത്തെ എല്ലാ ചോദ്യങ്ങൾക്കും ഉള്ള ഉത്തരം എക്സാമിനറിന് കിട്ടും. അപ്പോൾ ആ രീതിയിൽ ഒന്നെങ്കിൽ സേവ് ചെയ്ത് പോവുക, എക്സാമിനർ പറയുന്നത് എന്താണോ അത് ഫോളോ ചെയ്ത് പോവുക. ഇതിപ്പോൾ തൽക്കാലം നമുക്ക് ക്ലോസ് ചെയ്യാം. ഇനിയും 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ സേവ് ചെയ്യുക, അല്ലെങ്കിൽ അത് ബാക്ക്ഗ്രൗണ്ടിൽ കിടന്നോട്ടെ. ഫയൽ എടുത്ത് ന്യൂ വിൻഡോ എടുത്ത് ഫ്രഷ് പേജിൽ സെക്കൻഡ് ലാബ് ചെയ്ത് തുടങ്ങാം. 2 മെത്തേഡിൽ നമ്മൾ ചെയ്ത സാധനം നഷ്ടപ്പെടാതിരിക്കാനായിട്ട് നമുക്ക് പറ്റും. ഒന്ന് സേവ് ചെയ്യുക, അത് മസ്റ്റായിട്ട് ചെയ്യണം, സേവ് ചെയ്യുക. 2 ഇതുപോലെ ഫ്രഷ് പേജ് എടുത്ത് സെക്കൻഡ് ലാബ് ചെയ്ത് തുടങ്ങാം. Shifting of graphs. Follow the directions given below and construct a GeoGebra applet. Draw the graph of the function f of x is equal to mod x. f of x is equal to mod x ൻ്റെ ഗ്രാഫ് വരയ്ക്കണം. അതിന് നമുക്ക് ഇൻപുട്ട് ബോക്സിൽ ഇത് ഇൻപുട്ട് ചെയ്ത് കൊടുക്കാം. ഇത് മൊത്തമായിട്ട് കൊടുക്കണമെന്നില്ല, മോഡ് എക്സ് എന്ന് മാത്രം കൊടുത്താൽ നമുക്ക് അതിൻ്റെ ഗ്രാഫ് കിട്ടിക്കോളും. മോഡ് എക്സ് കിട്ടാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ് എന്താണ്? നിങ്ങൾ ക്ലോസ് ചെയ്തേക്കാം. മോഡ് എക്സ് കിട്ടാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡാണ് ABS ബ്രാക്കറ്റിൽ എക്സ്, സ്മോൾ ലെറ്റർ ABS ബ്രാക്കറ്റിൽ എക്സ് കൊടുക്കുക, എൻ്റർ കൊടുക്കുക. അപ്പോൾ മോഡ് എക്സിൻ്റെ ഫംഗ്ഷൻ ഇവിടെ വന്നു. ക്രിയേറ്റ് 2 sliders A and B with the minimum -5, maximum 5 and increment 0.01. 2 സ്ലൈഡേഴ്സ് എയും ബിയും ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ സെക്കൻഡ് ലാസ്റ്റ് ടൂളിൽ സ്ലൈഡർ ഉണ്ട്, സെലക്ട് ചെയ്യുക, സ്ക്രീനിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് എ സ്ലൈഡർ ഇവിടെ ഓൾറെഡി പേര് കിടപ്പുണ്ട്. മിനിമം -5 മാക്സിമം 5 ആണ്. ഇൻക്രിമെൻറ്റ് 0.01 എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. 0.01. ഓക്കെ, ഒരു സ്ലൈഡറൂടെ വേണം ബി. അതിന് നമ്മൾ സ്ക്രീനിൽ ഒന്നും കൂടെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ബി എന്ന ഓട്ടോമാറ്റിക്കായിട്ട് പേര് മാറിക്കോളും. മിനിമം -5 മാക്സിമം 5, ഇൻക്രിമെൻറ്റ് ഇവിടെയും 0.01. ഓക്കെ, നമുക്ക് 2 സ്ലൈഡേഴ്സായി. ഇനി ഈ ടൂൾ അങ്ങ് ഡീആക്ടിവേറ്റ് ചെയ്ത് ഇട്ടേക്കാം. ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ g of x യൂസിങ് ഇൻപുട്ട് കമാൻഡ് g of x is equal to f of x plus a plus b. ഈ ഫംഗ്ഷൻ നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഫസ്റ്റ് ഫംഗ്ഷൻ f of x ആയതുകൊണ്ട് രണ്ടാമത്തെ ഫംഗ്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് g of x ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഭാഗം മാത്രം ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഈ ഭാഗം മാത്രമാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. എഫ് ബ്രാക്കറ്റിൽ എക്സ് പ്ലസ് എ പ്ലസ് ബി. താഴെ ഇൻപുട്ടിൽ എഫ് ബ്രാക്കറ്റിൽ എക്സ് പ്ലസ് എ ബ്രാക്കറ്റിൻ്റെ പുറത്ത് പ്ലസ് ബി എൻ്റർ ചെയ്ത് കൊടുക്കാം. നമുക്കിവിടെ എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സ് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. ഇവിടെ 2 കളറിൽ ഗ്രാഫുകളും വന്നിട്ടുണ്ട്. അടുത്തത് ക്രിയേറ്റ് ആൻ ഇൻപുട്ട് ബോക്സ് ഫോർ ദ ഫംഗ്ഷൻ എഫ്. എഫിനൊരു ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ സ്ലൈഡറിൻ്റെ അകത്ത് ഇൻപുട്ട് ബോക്സ് ഉണ്ട്, സെലക്ട് ചെയ്യുക, സ്ക്രീനിൽ ക്ലിക്ക് ചെയ്യുക. എഫിനാണ് ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ക്യാപ്ഷൻ എഫ് എന്ന് കൊടുക്കുക. ലിങ്ക്ഡ് ഒബ്ജക്റ്റ് ഇവിടെ സൈഡിൽ ആരൊക്കെ ഉണ്ടോ അവരെല്ലാവരും വരും. എഫിനാണ് ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പം എഫ് ഓഫ് എക്സ് സെലക്ട് ചെയ്യാം. ഓക്കെ, ഫങ്ഷൻസ് മാറ്റി കൊടുക്കാനായിട്ടാണ് ഈ ഫംഗ്ഷൻ്റെ ഇൻപുട്ട് ബോക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇത്രയും ആയി കഴിയുമ്പോൾ നമ്മുടെ അപ്ലെറ്റ് കൺസ്ട്രക്റ്റഡ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പം ഇത്രയും ചെയ്ത് കഴിയുമ്പം നമ്മൾ നമ്മുടെ ആൻസർ ബുക്കിൽ എഴുതേണ്ടത് അപ്ലെറ്റ് ക്രിയേറ്റഡ്. Second question, answer the following questions. Fix the value of a at 0 and b at -4. Fix the value of a at 0 and b at 4. 2 സ്ലൈഡേഴ്സ് ഉണ്ട്, എയും ബിയും. എയുടെ വാല്യൂ 0യിലും ബിയുടെ വാല്യൂ 4യിലും ഫിക്സ് ചെയ്യാം. എയുടെ വാല്യൂ 0യിലും ബിയുടെ വാല്യൂ 4യിലും.
4ലും ഫിക്സ് ചെയ്തു. വാട്ട് ഈസ് എ ഡൊമെയിൻ ആൻഡ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പയർ ദ ഗ്രാഫ് ഓഫ് ജി ഓഫ് എക്സ് വിത്ത് ദ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ്. ജി ഓഫ് എക്സിൻ്റെയും എഫ് ഓഫ് എക്സിൻ്റെയും ഗ്രാഫുകൾ കമ്പയർ ചെയ്യാം. നമുക്ക് നോക്കാം എന്താ ഗ്രാഫുകൾ. ഓക്കെ, ഇത് ബ്ലൂ കളറിൽ വന്നിരിക്കുന്നത് ജി ഓഫ് എക്സ്, ഇവിടെ ബ്ലൂ കളറിലാണ്, മറ്റേത് ഓറഞ്ച് കളറിൽ വന്നിരിക്കുന്നത് എഫ് ഓഫ് എക്സ്. ജി ഓഫ് എക്സിൻ്റെയും എഫ് ഓഫ് എക്സിൻ്റെയും ഗ്രാഫുകൾ തമ്മിലൊരു കമ്പാരിസൺ നടത്തുക. ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഗ്രാഫിൻ്റെ 1, 2, 3, 4 യൂണിറ്റ്സ് മുകളിലാണ് ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഗ്രാഫ് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്. എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ് ആർ ഓഫ് സെയിം ഷേപ്പ്. ഗ്രാഫ് ഓഫ് ജി ഓഫ് എക്സ് ഈസ് ഷിഫ്റ്റഡ് ടു 4 യൂണിറ്റ്സ് എബോവ് എഫ് ഓഫ് എക്സ്. ജി ഓഫ് എക്സിൻ്റെ മുകളിൽ 4 യൂണിറ്റ്സ് മാറിയാണ് എഫ് ഓഫ് എക്സ് കിടക്കുന്നത്. ഇതാണ് ഇതിൻ്റെ കമ്പാരിസനായിട്ട് നമ്മൾ എഴുതുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ ഡൊമെയിൻ ആൻഡ് റേഞ്ച് ഓഫ് ജി ഓഫ് എക്സ്. ഇവിടെ ജി ഓഫ് എക്സിൻ്റെ ഡൊമെയിനും റേഞ്ചും നമ്മൾ കണ്ടുപിടിക്കണം. ഫംഗ്ഷൻ എടുത്തു. അറ്റ് പ്രസൻറ്റ്, ഇനി നമ്മൾ വേറൊന്നിലും ക്ലിക്ക് ചെയ്യാൻ പാടില്ല, സ്ലൈഡേഴ്സ് ഒന്നും മൂവ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ജി ഓഫ് എക്സിൻ്റെ ഡൊമെയിനും റേഞ്ചും എന്താണ്? സ്ലൈഡർ മാറിയ ജി ഓഫ് എക്സ് മാറും, അപ്പോൾ നമ്മുടെ ആൻസേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോവും. ഇപ്പോൾ ജി ഓഫ് എക്സിൻ്റെ ഡൊമെയിനും റേഞ്ചും എന്താണ്? ഡൊമെയിൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എന്ന് നമുക്കറിയാം. ഡൊമെയിൻ എന്ന് പറയുന്നത് എക്സ് ആക്സിസിൽ കിടക്കുന്ന ഇൻ്റർവെൽസ് ആയിരിക്കും, റേഞ്ച് എന്ന് പറയുന്നത് വൈ ആക്സിസിൽ കിടക്കുന്ന ഇൻ്റർവെൽസ് ആയിരിക്കും. ഡൊമെയിൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇമാജിനറി ലൈൻസ് വേർട്ടിക്കലായിട്ട് അസ്യൂം ചെയ്യുക. അതായത് മുകളിൽ നിന്ന് താഴേക്ക് ഇമാജിനറി ലൈൻസ് ഉണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാനൊരു ലൈൻ വരച്ചാൽ ഗ്രാഫിൽ ടച്ച് ചെയ്തിട്ടാണ് എക്സ് ആക്സിസിലേക്ക് വരുന്നത്. അപ്പം -2 എന്ന് പറയുന്നത് ഡൊമെയിനിൽ വരും. ഇവിടെ ഞാനൊരു ലൈൻ താഴേക്ക് വരച്ചാൽ -3 എന്ന് പറയുന്ന പോയിൻ്റ് ഡൊമെയിനിൽ വരും. അങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് ലൈൻസ് വരച്ചാൽ ഈ പോയിൻറ്റ്സ് എല്ലാം എക്സ് ആക്സിസിൽ കിടക്കുന്ന ഈ -5 ഒക്കെ നമ്മുടെ ഡൊമെയിനിൽ വരും. ഇനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഗ്രാഫ് മുകളിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ് രണ്ട് സൈഡിലും. അപ്പം ഇവിടെ ഞാൻ ലൈൻ വരച്ചാൽ -10 ഡൊമെയിനിൽ വരും. ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ലൈൻ വരച്ചാൽ 7 ഡൊമെയിനിൽ വരും. ഇങ്ങനെ ലൈൻസ് എല്ലാം ഡൊമെയിനിൽ വരുന്നുണ്ട്. അപ്പം എൻറ്റയർ എക്സ് ആക്സിസ് നമ്മുടെ ഡൊമെയിന് ആണ്. ഈ എൻറ്റയർ എക്സ് ആക്സിസിനെ നമുക്ക് R എന്നോ അല്ലെങ്കിൽ ഓപ്പൺ -∞ എന്നോ ഡിനോട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഡൊമെയിൻ ഈസ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് R, അല്ലെങ്കിൽ ഓപ്പൺ ഇൻ്റർവൽ -∞. ഇനി റേഞ്ച് നോക്കുന്നത്, നമ്മൾ ഡൊമെയിൻ നോക്കിയത് മുകളിൽ നിന്ന് താഴേക്കുള്ള ലൈൻസ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ അത് എക്സ് ആക്സിസിൽ ടച്ച് ചെയ്യുന്ന പോയിൻറ്റ്സ് ആണ് ഡൊമെയിനിൽ വരുന്നത് എങ്കിൽ ഇതുപോലെ ഹൊറിസോണ്ടലായിട്ട് ലൈൻസ്, ചെരിഞ്ഞുള്ള ലൈൻസ് വരയ്ക്കുമ്പോൾ വൈ ആക്സിസിൽ ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള, ഗ്രാഫിൽ ടച്ച് ചെയ്ത് വൈ ആക്സിസിൽ ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള പോയിൻറ്റ്സ് ആണ് റേഞ്ചിൽ വരുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനൊരു ചെരിഞ്ഞ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ 3 എന്ന് പറയുന്ന പോയിൻറ്റിൽ കൂടെ പാസ് ചെയ്യുന്ന ആ ലൈൻ നമ്മുടെ ബ്ലൂ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നില്ല. അപ്പോൾ 3 റേഞ്ചിൽ വരില്ല. പിന്നെ റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ മുതലാണ്? ഇവിടെ ഞാൻ 4ൽ ലൈൻ വരച്ചാൽ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നുണ്ട്, പിന്നെ 5ൽ വരച്ചാൽ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നുണ്ട്, 6ൽ ഉണ്ട്. അങ്ങനെ മുകളിലേക്ക് പോകുമ്പം 4 മുതൽ +∞ വരെ അങ്ങോട്ട് കംപ്ലീറ്റ് റേഞ്ചിൽ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ റേഞ്ച് ക്ലോസ്ഡ് ഇൻ്റർവൽ 4 to ഓപ്പൺ ഇൻ്റർവൽ ∞. ഇതാണ് ജി ഓഫ് എക്സിൻ്റെ ഡൊമെയിനും റേഞ്ചും. ഇപ്പോൾ ഡൊമെയിൻ ഈസ് ഈക്വൽ ടു R, range is equal to closed interval 4 to ∞. Next question. Find approximate value of A and B so that the graph of g of x coincides with the graph of the following function. ഈ പറഞ്ഞിരിക്കുന്ന ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഗ്രാഫ് ഈ താഴെ പറഞ്ഞിരിക്കുന്ന ഫങ്ഷൻസുമായിട്ട് കോയിൻസൈഡ് ചെയ്യുമെങ്കിൽ എയുടെയും ബിയുടെയും വാല്യൂ എന്താകും? അപ്പോൾ ഇവിടെ ഓൾറെഡി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്, ജി ഓഫ് എക്സ് എന്ന് പറയുന്ന മറ്റൊരു ഫംഗ്ഷൻ ഉണ്ട്, കൂടാതെ ഒരു തേർഡ് ഫംഗ്ഷൻ ഇപ്പോൾ ഇവിടെ പറയാൻ പോവാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടോ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആണ് ടിക്ക് മാർക്കെങ്കിൽ ഇത് മാത്രം ചെയ്താൽ മതിയാകും. അപ്പോൾ നമുക്ക് ഇത് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ mod x - 5. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ജി ഓഫ് എക്സും mod x - 5 കോയിൻസൈഡ് ചെയ്യുമ്പോൾ എയുടെയും ബിയുടെയും വാല്യൂ എന്താണ്?
അപ്പം ഇത് നമ്മൾ താഴെ ഇൻപുട്ട് ചെയ്ത് കൊടുത്താൽ മതി. മോഡ് x-5 ഇൻപുട്ട് ചെയ്ത് കൊടുക്കാൻ ABS ബ്രാക്കറ്റിൽ x-5 എൻ്റർ ചെയ്ത് കൊടുത്തു. നമുക്ക് 3 ഫങ്ഷൻസ് കിട്ടി. ഇനി ഈ 2 ഫങ്ഷൻസ് g(x)ഉം നമ്മുടെ മോഡ് x-5 ആണിത്. ഈ 2 ഫങ്ഷൻസാണ് നമുക്ക് കോയിൻസൈഡ് ചെയ്യിപ്പിക്കേണ്ടത്. അതിന് സ്ലൈഡേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് നോക്കിയാൽ മതിയാകും. അപ്പം ഇവിടെ A മാറ്റും ഇതിങ്ങനെ വരും, B മാറ്റുമ്പം അപ്പ് ടു ഡൗൺ മൂവ്മെൻ്റ് ആണ് വരുന്നത്. A മാറ്റുമ്പോൾ സൈഡ് ടു സൈഡ് മൂവ്മെൻറ്റ് വരും, B മാറ്റുമ്പോൾ അപ്പ് ടു ഡൗൺ മൂവ്മെൻറ്റ് വരും. ഇപ്പോൾ ഗ്രാഫ് കോയിൻസൈഡായി കുറച്ചുകൂടെ ആവാനുണ്ട്. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഗ്രാഫ് കോയിൻസൈഡ് ചെയ്യുമ്പോൾ എയുടെ വാല്യൂ -5ഉം ബിയുടെ വാല്യൂ -0.05 ആണ്. നമ്മൾ ആൻസർ എഴുതും. എയുടെ വാല്യൂ -5ഉം ബിയുടെ വാല്യൂ -0.05 എന്ന് പറയുമ്പം അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. കറക്റ്റായിട്ട് അത് കോയിൻസൈഡ് ചെയ്യുവാണെങ്കിൽ B = 0 എന്ന് നമുക്ക് കിട്ടും. കറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ B = 0 ആയപ്പം കറക്റ്റായിട്ടത് കോയിൻസൈഡായി. A = -5ഉം B = 0ഉം മോഡ് x-5 ആയിരുന്നു. ഇനിയും സെക്കൻഡ് ക്വസ്റ്റ്യൻ കിട്ടിയ ആളാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ മോഡ് x-5ന് പകരം താഴെ ഇൻപുട്ടിൽ മോഡ് x+2 ആയിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്. മോഡ് x+2 നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓൾജിബ്ര എടുത്തു. ഇത് ഞാനങ്ങ് ഹൈഡ് ചെയ്തേക്കാണ്. മോഡ് x+2 കിട്ടാനായിട്ട് ABS ബ്രാക്കറ്റിൽ x+2 എൻ്റർ ചെയ്തു. അപ്പോൾ എനിക്ക് ഗ്രാഫ് കിട്ടി. ഇതുപോലെ നേരത്തെ ചെയ്തതുപോലെ തന്നെ g(x)നാണ് മൂവ്മെൻറ്റ്. നമ്മൾ എയും ബിയും സ്ലൈഡേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോൾ നമ്മുടെ ഗ്രാഫ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കോളും. അപ്പോൾ നമുക്ക് കോയിൻസൈഡ് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ സ്ലൈഡറിനെ മാറ്റി കൊണ്ടുവന്ന് കോയിൻസൈഡ് ചെയ്യിപ്പിക്കുക. ഏകദേശം ഇത്രയൊക്കെ ആയി. ബി മാറ്റുമ്പം ഇത് കോയിൻസൈഡായി. കുറച്ചുകൂടെ ആവാനുണ്ട്. ഈ സ്ലൈഡറിൽ മൂവ് ചെയ്യുന്നതിന് പകരം നമ്മുടെ താഴെ കീബോർഡിൽ 4 കീസ് ഉണ്ടല്ലോ. കൺട്രോളിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് മുകളിലേക്കും താഴേക്കും സൈഡിലേക്കുമുള്ള 4 കീസ്. ആ കീസിൽ ക്ലിക്ക് ചെയ്തും നമുക്ക് സ്ലൈഡർ മൂവ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ എയുടെ വാല്യൂ 1.98 എന്ന് വന്നു. അതൊരു 2 ആണ്. 2 ആകുമ്പോഴാണ് കറക്റ്റ് ആവുന്നത്. ഓക്കെ, B 0 ആയപ്പോൾ കറക്റ്റ് ആയി. അപ്പം A = 2, B = 0. g(x)ഉം മോഡ് x+2 കൂടെ കോയിൻസൈഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസേഴ്സ് ആണ് ഇത്. A = 0, B = 2. A = 2, B = 0. മൂന്നാമത്തെ ഫംഗ്ഷനാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ മൂന്നാമത്തെ ഫംഗ്ഷൻ മോഡ് x-3. അപ്പോൾ ABS ബ്രാക്കറ്റിൽ x-3 എന്നാണ് ഇൻപുട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ജിയോജിബ്ര എടുക്കുക. P(x) വേണ്ട. ABS ബ്രാക്കറ്റിൽ x-3 എൻ്റർ കൊടുക്കുമ്പോൾ നമുക്കൊരു ഗ്രാഫ് കിട്ടും. ഇതുപോലെ കുറച്ചുകൂടെ സ്ക്രീൻ മുകളിലേക്ക് കൊണ്ടുവരിക. എയും ബിയും
മാറ്റുമ്പോൾ നമുക്കിതുപോലെ കോയിൻസൈഡ് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം എയുടെ വാല്യൂ 0, ബിയുടെ വാല്യൂ ഇവിടെ -3.05 ആണ് കാണിക്കുന്നത്. ഇവിടെ ശകല വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് a = 0, b = -3 എന്ന് അങ്ങ് എഴുതാം. അല്ലെങ്കിൽ -3.05 അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. a = 0, b = -3.05 പറഞ്ഞാലും കുഴപ്പമൊന്നും ഇല്ല. ആൻസർ നമുക്ക് നോക്കാം. a = 0, b = -3. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ആൻസർ ഓൺലി വൺ ക്വസ്റ്റ്യൻ ഹാവിങ് ടിക്ക് മാർക്ക്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ഏതാണോ അത് മാത്രം നമ്മൾ ആൻസർ ചെയ്താൽ മതിയാകും. നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം. യൂസിങ് ഇൻപുട്ട് ബോക്സ് ചേഞ്ച് ദ ഡെഫിനിഷൻ ഓഫ് ദ ഫംഗ്ഷൻ f(x) ടു √x. നിങ്ങൾ ഈ ഓരോ ക്വസ്റ്റ്യനും വായിച്ച് നോക്കുക. ആരെയാണ് മാറ്റേണ്ടത്, എന്തിനെയാണ് മാറ്റേണ്ടത്, എങ്ങനെയാണ് മാറ്റേണ്ടത് എന്നുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കി അതുപോലെ തന്നെ ചെയ്യുക. യൂസിങ് ഇൻപുട്ട് ബോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇൻപുട്ട് ബോക്സ് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തായിരുന്നു എഫിന്. ചേഞ്ച് ദ ഡെഫിനിഷൻ ഓഫ് ഫംഗ്ഷൻ f(x) ടു √x. f(x)ൻ്റെ ഡെഫിനിഷൻ ഇൻപുട്ട് ബോക്സ് ഉപയോഗിച്ചുകൊണ്ട് √x ആയിട്ട് മാറ്റുക. അപ്പോൾ ഇവിടെ f(x) ഇതാണ് ഫംഗ്ഷൻ. അത് ABS ബ്രാക്കറ്റിൽ mod x ആയിട്ടാണ് കിടക്കുന്നത്. അത് √x ആയിട്ട് മാറ്റണം. √x എന്ന് പറയുന്നത് SQRT ബ്രാക്കറ്റിൽ x ആണ്. ഇപ്പോൾ √x ആയിട്ട് f(x) മാറി. ഇവിടെ മറ്റും ഫങ്ഷൻസ് കിടപ്പുണ്ട്. വേറൊരു ഓപ്ഷനുണ്ട്, നമുക്ക് √x താഴെ ഇൻപുട്ട് ചെയ്യാം. അതൊക്കെ തെറ്റാണ്. ഇൻപുട്ട് ബോക്സ് ഉപയോഗിച്ചുകൊണ്ട് ഫംഗ്ഷൻ എഫ് √x ആക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ഉപയോഗത്തിനാണ് നമ്മൾ ഇൻപുട്ട് ബോക്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഫൈൻഡ് ആൻഡ് റൈറ്റ് ദ വാല്യൂ ഓഫ് a ആൻഡ് b so that the domain and the range of g of x is as given as follow. ഈ ജി ഓഫ് എക്സിൻ്റെ ഡൊമെയിനും റേഞ്ചും ഈ പറയുന്ന രീതിയിൽ ആകണമെങ്കിൽ എയുടെയും ബിയുടെയും വാല്യൂ എന്താണ്? അപ്പോൾ നിങ്ങളിത് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ജി ഓഫ് എക്സിനെ ഇപ്പോൾ ഇവിടെ 1 ∞ 2 ∞ ആണെങ്കിൽ ഡൊമെയിൻ 1 ∞ റേഞ്ച് 2 ∞ വരുന്ന രീതിയിൽ ജി ഓഫ് എക്സിനെ കൊണ്ടുവയ്ക്കുക. അപ്പോൾ എയുടെയും ബിയുടെയും വാല്യൂ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ക്യൂ ഓഫ് എക്സ് ഒന്നും വേണ്ട. ക്യൂ ഓഫ് എക്സ് നമ്മൾ ഹൈഡ് ചെയ്തു. ഓക്കെ, ഇവിടെ f(x)ഉം g of x മാത്രമാണുള്ളത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ജി ഓഫ് എക്സിൻ്റെ, നമ്മൾ സ്ലൈഡർ മാറ്റുമ്പോൾ ജി ഓഫ് എക്സ് ആണല്ലോ മൂവ് ചെയ്യുന്നത്. ജി ഓഫ് എക്സിൻ്റെ ഡൊമെയിനും റേഞ്ചും പറഞ്ഞിരിക്കുന്നത് 1 ∞ ഡൊമെയിനും റേഞ്ച് 2 ∞. അപ്പോൾ എക്സ് ആക്സിസിൽ 1 ∞ വൈ ആക്സിസിൽ 2 ∞ വരുന്ന രീതിയിൽ ജി ഓഫ് എക്സിനെ കൊണ്ട് വയ്ക്കുക. എക്സ് ആക്സിസിൽ 1 ∞ എന്ന് പറയുമ്പം എക്സ് ആക്സിസിൽ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതിൻ്റെ ടിപ്പ് വന്നു. ഇനി വൈ ആക്സിസിൽ 2ന് കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ ടിപ്പ് വരണം. അപ്പോഴാണ് ഡൊമെയിനും റേഞ്ചും കറക്റ്റ് ആവുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിയാൽ ഡൊമെയിൻ 1 ∞ റേഞ്ച് 2 ∞ ആണോ? നമ്മൾ വെർട്ടിക്കൽ ലൈൻസ് താഴേക്ക് വരച്ചാൽ 1 മുതൽ വരയ്ക്കുന്ന ലൈൻസേ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഡൊമെയിൻ 1 ∞. അതുപോലെ ചെരിഞ്ഞുള്ള ലൈൻസ് വരച്ചാൽ 2 മുതൽ മുകളിലേക്കുള്ള ലൈൻസേ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നുള്ളൂ, ജി ഓഫ് എക്സിൽ ടച്ച് ചെയ്യുന്നുള്ളൂ. അപ്പോൾ 2 to ∞ ആണ് റേഞ്ച്. ഡൊമെയിൻ 1 to ∞, റേഞ്ച് 2 to ∞. സിമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ 1 2 എന്ന് പറയുന്ന പോയിന്റിൽ ടിപ്പ് വരുന്ന രീതിയിൽ ഈ സ്ലൈഡേഴ്സ് മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ആൻസർ കിട്ടിക്കോളും. അപ്പം ഡൊമെയിൻ -3 ∞ റേഞ്ച് 0 വരണമെങ്കിൽ എങ്ങനെ മൂവ് ചെയ്താൽ മതി? ഓക്കെ, ആൻസർ നോക്കിയില്ല നമ്മൾ. എന്തായിരുന്നു ആൻസർ? ഇവിടെ a = -1ഉം b = 1.95. 1.95 എന്ന് പറയുമ്പം 2 ആയിരിക്കണം
അല്ലെങ്കിൽ -1 അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്, ഇത് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ A = -1, B = 2 ഇതാണ് ആൻസർ എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ A = -1, B = 2. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഡൊമെയിൻ -3 റേഞ്ച് 0. ഇത് കിട്ടാനായിട്ട് എക്സ് കോർഡിനേറ്റ് -3 വൈ കോർഡിനേറ്റ് 0 ആണ്. -3 0 എന്ന് പറയുന്ന പോയിന്റിൽ നമ്മുടെ ഗ്രാഫിൻ്റെ ടിപ്പ് വരുന്ന രീതിയിൽ കൊണ്ടുവച്ചാൽ മതി. -3 0 എന്ന് പറയുമ്പം എക്സ് ആക്സിസിൽ -3, വൈ ആക്സിസിൽ 0 എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മുടെ ബ്ലൂ കളറിലെ ഗ്രാഫിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് വരുന്ന രീതിയിൽ വെച്ചാൽ മതി. ഇതിങ്ങനെ മൂവ് ചെയ്യുക, താഴെപ്പോട്ട് മൂവ് ചെയ്യുമ്പോൾ -3 0 കിട്ടും. ഓക്കെ, അപ്പം സ്ലൈഡിലേക്ക് നോക്കുക. എയുടെ വാല്യൂ 3, ബിയുടെ വാല്യൂ 0. ഇതാണ് ആൻസർ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എയുടെ വാല്യൂ 3, ബിയുടെ വാല്യൂ 0. ഇതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ കിട്ടാനായിട്ട് -1 -2 എന്ന് പറയുന്ന പോയിന്റിൽ ഗ്രാഫ് വെച്ചാൽ മതി. -2 -1 എന്ന് പറയുമ്പോൾ -2 ഈ പോയിന്റിൽ ഗ്രാഫ് വരുന്ന രീതിയിൽ സ്ലൈഡ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. -2 -1. ഓക്കെ, -2 -1. A = 2, B = -1. A = 1, B = -2. ഇതാണ് ആൻസർ. ഈ രണ്ട് ലാബ്സും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.